ഈ നഴ്സിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. വിദേശത്ത് ജോലിയുള്ള എനിക്കൊരു നേഴ്സിനെ കിട്ടണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാന്നുള്ളതാണ് എന്റെ പണി. ഞാനാരാണെന്നല്ലേ? ഞാൻ ബ്രോക്കർ ക്രിസ്റ്റഫർ. ബ്രോക്കറെ ഇതാണോ? അടുത്ത മാസമല്ലേ ഈ കൊച്ചിനെ നേഴ്സിംഗ് പഠിത്തന്നിരുന്നേ, എന്നിട്ടുമാണല്ലോ പറക്കാൻ. അതുകൊണ്ട് ഈ മാസം തന്നെ കല്യാണം നടത്തണം. അപ്പൊ നിങ്ങളെ സംസാരിക്കേ? എനിക്ക് നാട്ടിൽ നിൽക്കാനായിരുന്നു ആഗ്രഹം. പിന്നെ ബ്രോക്കർ നല്ലൊരു ആലോചന കൊണ്ടുവരുമ്പോ തള്ളിക്കളയാൻ പറ്റിയല്ലോ. പിന്നെ ഞാനൊരു നേഴ്സിനെ തന്നെ ഹാപ്പിയാണെന്ന്. ചേട്ടന് നാട്ടിൽ വരാനൊന്നും ആഗ്രഹമില്ലായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് വരാൻ താല്പര്യമൊന്നുമില്ല. ഇനി കുട്ടിക്ക് വരണമെങ്കിൽ വരാം. അയ്യോ ഇല്ല ചേട്ടാ, ചേട്ടന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. മതി. ഇപ്പൊ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും വർത്താനം പറയാലോ. അപ്പൊ ഇതെങ്ങനെ ഉറപ്പിച്ചേക്കുമല്ലേ? അതെ ബ്രോക്കറെ, ഇതങ്ങ് ഉറപ്പിക്കുക. പിന്നെ ഇതുപോലെ ഒരാളെ കണ്ടുപിടിച്ച് തന്നതിന് നന്ദിയുണ്ട് കേട്ടോ. നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കമ്മീഷൻ 50,000 രൂപ ഇന്ന് തന്നെ ഇട്ട് എന്നൊക്കെ മറന്നേക്കല്ലേ കേട്ടോ. ഇപ്പൊ തന്നെ ഇട്ട് തന്നേക്കാം ബ്രോക്കറെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് മാറിയേക്കുവാ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ബ്രോക്കർ ക്രിസ്റ്റഫറിന്റെ മാത്രം ഒരു ട്വിസ്റ്റ്. എന്റെ ബ്രോക്കറെ, ഞാൻ നഴ്സിംഗ് പഠിച്ച് പാസ്സാവാന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് വിദേശത്ത് പോകണം. ഏതെങ്കിലും ഒരു ചെറുക്കനെ എനിക്ക് കണ്ടുപിടിച്ചു. എന്റെ പൊന്നു ബ്രോക്കറെ, എന്റെ വിസ തീരാറായി. ഇനി ഏതെങ്കിലും ഒരു നേഴ്സിനെ കണ്ടുപിടിച്ച് തന്നേ പറ്റുള്ളൂ. എന്റെ നിലനിൽപ്പാണ്. ഇതാ പണ്ടുള്ളവര് പറയുന്നത്, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും നേഴ്സ്.